വചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, ദൈവത്തെ പഴി പറയരുത്, സാത്താനാണ് നമ്മുടെ ശത്രു. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് തീ ആളിക്കത്തി പടരുമ്പോൾ വേറൊരു ഭാഗത്ത് വെള്ളപ്പൊക്കവും മഴയും നാശനഷ്ടങ്ങളും. അമേരിക്കയിലെ കാലിഫോർണിയയിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീപിടുത്തം കാടുകളിൽ നടക്കുമ്പോൾ ആ ഭൂഗോളത്തിൻ്റെ ഏറ്റവും എതിർഭാഗത്ത് മഴയും വെള്ളപ്പൊക്കവും മൂലം മനുഷ്യർ കഷ്ടപ്പെടുന്നു. ഇതിൻ്റെ എല്ലാം നടുവിൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവം ക്രൂരനാണോ? ദൈവമാണോ ഇതെല്ലാം തരുന്നത്? ദൈവം നശിപ്പിക്കുന്നവനാണോ? ദൈവം ദുഷ്ടനാണോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇന്നത്തെ വചനം തിരുവചനം ശുശ്രൂഷയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയട്ടെ. ദൈവം നല്ലവനാണ്, ദൈവം സ്നേഹമാണ്, ദൈവം പ്രകാശമാണ്, ദൈവം പരിശുദ്ധിയുടെ നിറകുടമാണ്. ബൈബിൾ അത് വ്യക്തമാക്കുന്നു. എല്ലാ നല്ല ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നുവെന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പം മഴയും വെള്ളപ്പൊക്കവും നല്ല ദാനമല്ല, തീപിടുത്തം നല്ലതല്ല. എല്ലാ നല്ല ദാനങ്ങളും പിതാവിൽ നിന്ന് വരുന്നു. യേശു ക്രിസ്തുവിനെ പറ്റി അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവിനാലും അഭിഷേകത്താലും ശക്തിയാലും നിറച്ചു. പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറച്ചു. അവൻ നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു, പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ മോചിപ്പിച്ചു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് നന്മയാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. എന്നാൽ പിശാചിനെ പറ്റി പറഞ്ഞു, പിശാച് വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനും ആണ്. ഇന്ന് ഞാൻ നിങ്ങളെ മനുഷ്യ ചരിത്രത്തിൻ്റെ ആരംഭത്തിലേക്കൊന്ന് കൂട്ടിക്കൊണ്ടു പോകുകയാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളോടും കൂടി പറുദീസായിൽ കണ്ണുനീരില്ലാതെ, ദുഃഖമില്ലാതെ, തകർച്ചകളില്ലാതെ മനുഷ്യൻ ജീവിച്ച ഒരു കാലയളവുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ നമ്മൾ കുറ്റം പറയുന്നതിന് മുൻപ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ദൈവം ഭൂമിയെ സൃഷ്ടിച്ച് മനുഷ്യന് കൊടുത്തപ്പോൾ, മനുഷ്യന് വസിക്കുവാനായിട്ട്, പാർക്കുവാനായിട്ട് അവനെ അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു പ്രകൃതിയുടെയും ഭൂമിയുടെയും അവസ്ഥ? ആദവും ഹവ്വയും ഒരിക്കൽ പോലും കരഞ്ഞിട്ടില്ല. ദുഃഖം എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ മനസ്സിലൊരു സങ്കടം തോന്നിയിട്ടില്ല. കാരണം സന്തോഷം മാത്രമേ ഉള്ളൂ, ഒന്നിനും കുറവില്ല. ആത്മാവും മനസ്സും ശരീരവും അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ, പ്രകൃതി അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥ. ഇങ്ങനെ ഒരു അവസ്ഥയെപ്പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രകൃതി പോലും വളരെ മനുഷ്യനോട് ചേർന്ന് ഇണങ്ങി, മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും വെള്ളവും കാറ്റും എല്ലാം മനുഷ്യനോട് ചേർന്ന് നിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, പാപം കടന്നു വരികയും പാപം മൂലം പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റിപ്പോകുകയും ചെയ്തു. പാപം കടന്നു വരുമ്പോൾ സകലതും തെറ്റിപ്പോകുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു മൺപാത്രത്തിൽ വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ആ മൺപാത്രം ഉടഞ്ഞു പോയാൽ, അല്ലെങ്കിൽ ആ മൺപാത്രത്തെ ആരെങ്കിലും ഒന്ന് ഉടച്ചാൽ, ആ തിളച്ച വെള്ളം മുഴുവനും ആ ഭവനത്തിലേക്ക്, ആ അടുക്കളയിലേക്ക് ഒഴുകിയിറങ്ങുകയാണ്. താഴെ ഇരിക്കുന്ന വസ്തുക്കളിന് മേലെല്ലാം ഈ തിളച്ച വെള്ളം വന്ന് വീഴുന്നു. അവിടെ ആരെങ്കിലും വ്യക്തികൾ നിൽപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ നിൽപ്പുണ്ടെങ്കിൽ അവരുടെ കൈയും കാലും ഒക്കെ പൊള്ളുന്നു. ഒരു ഉദാഹരണം പറഞ്ഞൊന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായിട്ട് നിന്ന എന്തിനെയോ ഒന്ന് ഉടച്ചു കളയുവാൻ സാത്താൻ വന്നപ്പോൾ, മനുഷ്യൻ സാത്താൻ്റെ വാക്കിന് ചെവി കൊടുത്തത് മൂലം എല്ലാം ഉടഞ്ഞ് വൃത്തികേടായിപ്പോയി, എല്ലാം ഉടഞ്ഞ് നാമാവിശേഷമായിപ്പോയി, എല്ലാം ഉടഞ്ഞ് മനോഹരത നഷ്ടപ്പെട്ടതിൻ്റെ ബാക്കി പത്രമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ദൈവത്തിന് ഒത്തിരി സങ്കടമായി.
ആദവും ഹവ്വയും ആദ്യമായിട്ട് കരഞ്ഞു. ആദവും ഹവ്വയും ദുഃഖപ്പെട്ടു, ദുഃഖത്തിലായി, സങ്കടപ്പെട്ടു, വളരെയധികം വേദനയിൽ അവർ കടന്നു വന്നു. പ്രകൃതി മനുഷ്യനെതിരായി എന്നുകൂടെ പറയുന്നുണ്ട്. മുള്ളുകളും മുൾച്ചെടികളും പ്രകൃതിയിൽ നിന്നും ഉണ്ടായി, കാട്ടുമൃഗങ്ങളും എല്ലാം എതിരായി, എല്ലാത്തിൻ്റെയും ക്രമം തെറ്റി. അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്ന് ദൈവമായ കർത്താവ് നമ്മെ നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്: സാത്താൻ എന്നും നിങ്ങളുടെ ശത്രുവാണ്, നിങ്ങളത് തിരിച്ചറിയണം. മനുഷ്യനെ തകർത്ത് കളഞ്ഞ സാത്താനെ നോക്കി ദൈവം പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3 നമുക്കിത് വായിക്കാൻ പറ്റുന്നു. ഒന്ന്, നീ ഇഴഞ്ഞു നടക്കുന്നവനായിരിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ കടന്നു വന്നത് സിംഹത്തിൻ്റെ രൂപത്തിലല്ല, പുലിയുടെ രൂപത്തിലല്ല, കടുവയുടെ രൂപത്തിലല്ല, പേപ്പട്ടിയുടെ രൂപത്തിലല്ല. ഇതൊക്കെ ഈ രൂപത്തിലൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. സാത്താൻ കടന്നു വന്നത് സർപ്പത്തിൻ്റെ രൂപത്തിലാണ്. സർപ്പത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാം, ഒരു ചെറിയ വിടവ് കിട്ടിയാൽ, ഒരല്പം സ്ഥലം കിട്ടിയാൽ ആ ചെറിയ വിടവിലൂടെ നുഴഞ്ഞു കയറുവാൻ പ്രാഗൽഭ്യമുള്ളവനാണ് സാത്താൻ, പ്രാഗൽഭ്യമുള്ളവനാണ് സർപ്പം. ചെറിയൊരു വിടവ് മതി. അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അശ്രദ്ധ മൂലമോ ജാഗരണക്കുറവ് മൂലമോ സംഭവിക്കുന്ന, പ്രാർത്ഥനയില്ലായ്മ മൂലമോ വചനധ്യാനമില്ലായ്മയോ ചെറിയ പിണക്കം മൂലമോ ഒക്കെ സംഭവിക്കുന്ന ചെറിയ ഒരു വിടവിലൂടെ നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ ജീവിതത്തിൽ വിഷം കുത്തിവെച്ച് നമ്മളെ തകർക്കുവാനും കൊല്ലുവാനും പ്രാഗൽഭ്യമുള്ളവനാണ് സാത്താൻ എന്ന് കർത്താവ് കാണിക്കുകയാണ്. ഇഴഞ്ഞു വന്ന് മനുഷ്യൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞ സാത്താൻ. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ദൈവത്തോടൊപ്പം വളരെ ചേർന്ന് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ദാവീദ്. എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മകനെ, ജസ്സയുടെ പുത്രനായ ദാവീദിൽ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് ദൈവം പറയത്തക്കവണ്ണം അത്രമാത്രം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് ജീവിച്ചിരുന്ന വ്യക്തിയാണ് ദാവീദ്. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഒരു വിടവ് കിട്ടി. ഒരു ദിവസം ദാവീദ് ഉറങ്ങിപ്പോയി, ദൈവത്തെ ആരാധിക്കാനൊന്ന് മറന്നുപോയി. രാജാക്കന്മാർ യുദ്ധത്തിന് പോയ സമയത്ത് ദാവീദ് അലസതയോടെ ചുരുണ്ടുകൂടി കട്ടിൽ കിടന്നുറങ്ങി. കമ്പിളി പുതപ്പ് കൊണ്ട് ശരീരം മുഴുവൻ മൂടി സുഖനിദ്രയിൽ ആണ്ടു. ഇങ്ങനെ ഉറങ്ങിപ്പോയത് അത്രയ്ക്ക് വലിയൊരു പാതകമാണോ? ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്ക് വലിയൊരു പാതകമൊന്നും അല്ല. പക്ഷെ ആ ചെറിയ വിടവ് മതിയായിരുന്നു സാത്താൻ എന്ന സർപ്പത്തിന് അകത്ത് കയറുവാൻ. അന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ചെറിയ വിടവിലൂടെ, നമ്മൾ ഒട്ടും കാര്യമാക്കാതെ പോകുന്ന ഒരു കുറവിലൂടെ, കൂടുതൽ ഉറങ്ങിപ്പോയി എന്നുള്ള ഒറ്റ പ്രശ്നത്തിലൂടെ ഇതാ സർപ്പം ദാവീദിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ദാവീദിനെ കൊണ്ട് മാരകമായ 2 പാപങ്ങൾ ചെയ്യിക്കുന്നു, വ്യഭിചാരം ചെയ്യിക്കുന്നു. അതാ ദാവീദ് കൊലപാതകവും ചെയ്യും. ഇതിനു മുമ്പ് ഒരിക്കലും ദാവീദ് വ്യഭിചാരത്തിൽ വീണിട്ടില്ല. ദാവീദ് ആരെയും തന്നെ അങ്ങനെ കാര്യമില്ലാതെ കൊന്നിട്ടില്ല. യുദ്ധത്തിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കൊലകൾ നടന്നിട്ടുള്ളത്. യുദ്ധത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ ദാവീദ് ആരെയും കൊല്ലുന്ന വ്യക്തിയല്ല. പക്ഷെ അന്ന് കിട്ടിയ വിടവിലൂടെ 10 പ്രമാണങ്ങളിലെ ഏറ്റവും 2 പ്രധാനപ്പെട്ട കൽപ്പനകൾ ലംഘിക്കുവാൻ ദാവീദിനെ കൊണ്ട് സാത്താന് സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതാണ് കർത്താവ് പറയുന്നത്, സർപ്പം വന്നത് ഇഴയുന്നവനായിട്ട് ആയിരിക്കും. പത്രോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഏക പ്രശ്നം അവൻ്റെ സെൽഫ് കോൺഫിഡൻസ് ആണ്. എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല, എനിക്ക് ദൈവകൽപ്പനകൾ സ്വന്തമായിട്ട് പാലിക്കാനുള്ള ശക്തിയുണ്ട്. സ്വന്തമായിട്ട് ദൈവത്തെ അനുസരിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. പത്രോസിന് കർത്താവിനോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ വിടവെന്ന് പറയുന്നതാണ് അവൻ്റെ സ്വയത്തിലുള്ള ആശ്രയത്വം. മാരകമായ പാപമാണോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ പറയാം അല്ല എന്ന് പറയും. പക്ഷേ ആ വിടവിലൂടെ സാത്താൻ അകത്ത് കടന്ന് യേശുവിനെ ശപിക്കുവാനും പ്രാകുവാനും, ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല എന്ന് പറയുവാനും തക്കവണ്ണം വളരെ നികൃഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് പത്രോസിൻ്റെ ജീവിതത്തിലേക്കും വിഷം കൊണ്ടുവരുവാൻ സാത്താന് സാധിച്ചു. സാവൂൾ രാജാവിൻ്റെ ജീവിതം എടുക്കുക. തുടക്കം വളരെ മനോഹരമായിരുന്നു. എളിമയോടുകൂടി തുടങ്ങിയ ഈ സാവൂളിൻ്റെ ജീവിതത്തിലേക്ക് അസൂയ എന്ന് പറയുന്ന ഒരു വിടവിലൂടെ സാത്താൻ കടന്നു വന്ന് സാവൂളിനെയും സാവൂളിൻ്റെ കുടുംബത്തെയും തകർത്ത് കളയുന്ന ചരിത്രവും ബൈബിളിൽ കാണാനായിട്ട് സാധിക്കുന്നു. സാംസന്റെ ജീവിതം എടുക്കാം. മാതാപിതാക്കൾ പറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിച്ചില്ല എന്നുള്ള ഒരു വിടവിലൂടെ, മാതാപിതാക്കൾ പറഞ്ഞു ആ പ്രത്യേക സ്ഥലത്ത് നിന്ന് നീ വിവാഹം കഴിക്കരുത്,
നമ്മുടെ വചനത്തിൽ, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വിവാഹം കഴിക്കണം. അത് പറ്റില്ല, എനിക്ക് അവളെ തന്നെ വേണമെന്ന് പറഞ്ഞ ഒരു വിടവിലൂടെ സർപ്പമകത്ത് കിടന്ന് സാംസനെ പൊട്ടക്കണ്ണനാക്കി മാറ്റി, സാംസനെ ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റി, സാംസന്റെ ജീവിതത്തെയും തകർത്ത് കളഞ്ഞു. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും നമ്മൾ ഒരു ദിവസം പ്രഭാതത്തിൽ ദൈവത്തെ ആരാധിക്കാതെയും ദൈവത്തിൻ്റെ പാദത്തിങ്കൽ സമയം ചെലവഴിക്കാതെയും ഇരുന്നാൽ അതൊരു വലിയ തിന്മയാണെന്ന് ഇന്ന് നമുക്കാർക്കും തോന്നുന്നില്ല. പക്ഷേ ആ വിടവ് സാത്താന് ധാരാളം മതി. അതിലൂടെ കടന്നു വന്ന് അന്ന് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ സ്വരച്ചേർച്ച ഉണ്ടാക്കുന്നു. അന്ന് ആ വീട്ടിൽ, ആ ഭവനത്തിൽ ആവശ്യമില്ലാത്ത തർക്കങ്ങൾ ഉണ്ടാകുന്നു. അന്ന് ആ ഭവനത്തിൽ ഒരു ഇരുട്ട് കടന്നു വരാൻ ഇടയായി തീരുകയാണ്. ചെറിയ ഒരു വിടവ് മതി, അതിലൂടെ സാത്താൻ കടന്നു വരുന്നു. അപ്പോൾ ദൈവം സാത്താനെ നോക്കി പറഞ്ഞ ആദ്യത്തെ കാര്യം ഇതാണ്: നീ എന്നും ഇഴഞ്ഞു നടക്കുന്നവനായിരിക്കും. എന്ന് പറഞ്ഞാൽ സാത്താനെ, നിനക്ക് ഡിഗ്നിറ്റി ഉണ്ടാകത്തില്ല, നേരെ നിൽക്കുവാൻ നിനക്കൊരിക്കലും പറ്റില്ല. നീ എന്നും ഇഴയുന്നവനായിരിക്കും. നേരെ നിൽക്കുന്ന ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിത്വമായിരിക്കുകയില്ല നീ. നീ എന്നും വിലയില്ലാത്തവനായി ഇഴഞ്ഞ് 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 നടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിന്നെ ഇതാ തകർക്കുവാൻ ഞാൻ വിടുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ഇതൊന്നുകൂടെ ഉറപ്പിക്കപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, സാത്താൻ ഒരിക്കലും നേരെ വന്ന് നമ്മെ ആക്രമിക്കുന്നില്ല. നാം അധികം ശ്രദ്ധിക്കാതെ ഇഴഞ്ഞിഴഞ്ഞാണ് വരുന്നത്. പാമ്പ് കടി കൊള്ളുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കിക്കേ, അവരെല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്. ഒരു 95% പേരും പറയും, ഞങ്ങൾ പാമ്പിനെ കണ്ടില്ല, പാമ്പിനെ ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ ഒഴിഞ്ഞു മാറുമായിരുന്നു. ഇഴഞ്ഞാണ് സാത്താൻ കടന്നു വരുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ ജാഗരൂകതയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. രണ്ടാമത്, നിങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെ മിനുസമുള്ള പ്രതലത്തിലൂടെ സർപ്പത്തിന് ഇഴഞ്ഞു പോകാൻ പറ്റുകയില്ല. നല്ല ടൈൽസ് ഇട്ടിരിക്കുന്ന ഒരു തറയിൽ സാത്താന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതായത് സർപ്പത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. നല്ല ടൈൽസ് ഇട്ടിരിക്കുന്ന ഒരു തറയിൽ നമ്മൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാമെങ്കിൽ പിന്നെ സർപ്പത്തിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് അവിടെ കിടക്കും, അതിന് ഗ്രിപ്പ് കിട്ടുകയില്ല. അപ്പം കർത്താവ് നമ്മളോട് പറയുകയാണ്, ഇഴഞ്ഞു വരുന്ന സാത്താനെ പാരലൈസ് ചെയ്യിക്കുവാൻ, മുന്നോട്ട് പോകാതെ തടഞ്ഞു നിർത്തുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികളിൽ എണ്ണയുണ്ടായിരിക്കുക എന്നതാണ്. പരിശുദ്ധാത്മാവിനെ പറ്റി ബൈബിൾ പറയുന്ന മനോഹരമായ ഒരു ഭാഗം 23-ാം സങ്കീർത്തനത്തിൽ ദാവീദിലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, അവിടുന്ന് എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അവിടുന്ന് അഭിഷേകം ചെയ്യുന്നവനാണ്. എണ്ണ കൊണ്ട്, ഓയിൽ കൊണ്ട്, തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും ഓരോ പ്രഭാതത്തിലും ഞാനും നിങ്ങളും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ജീവിതം മുഴുവൻ അഭിഷേകത്താൽ കുളിച്ചു കഴിയുമ്പോൾ, അഭിഷേകം നമ്മളെ മൂടിക്കഴിയുമ്പോൾ, അഭിഷേകത്തിൻ്റെ എണ്ണ നമ്മളെ പൊതിഞ്ഞു കഴിയുമ്പോൾ, അഭിഷേകം നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഒഴുകി ഇറങ്ങി കഴിയുമ്പോൾ, അഭിഷേകമാകുന്ന എണ്ണ ഒഴുകുന്ന പ്രതലത്തിലൂടെ സാത്താന് കടന്നു വരാൻ സാധിക്കുകയില്ല. അവൻ്റെ മുന്നോട്ടുള്ള യാത്ര അവിടം കൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഒന്നാമതായിട്ട് പറഞ്ഞത് നീ ഇഴഞ്ഞു നടക്കും. രണ്ടാമത് ദൈവം പറഞ്ഞു, നീ ശപിക്കപ്പെട്ടവനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരിക്കലും മനുഷ്യനെ ശപിക്കുന്നവനല്ല. ഇതൊക്കെ വ്യക്തമാക്കാൻ ഒരുപാട് മണിക്കൂർ വേണം, എങ്കിലും ഞാൻ ചുരുക്കി പറയാം. ദൈവം മനുഷ്യനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? നിന്റെ പ്രവൃത്തി മൂലം നീ ശപിക്കപ്പെട്ടതായി തീർന്നുവെന്നാണ്. ഞാൻ നിന്നെ ശപിക്കുന്നു എന്ന് പറഞ്ഞില്ല. എന്നാൽ സാത്താനെ ദൈവം ശപിക്കുകയാണ്. കാണുക, മനുഷ്യനെ എന്നും ദൈവം സ്നേഹിക്കുകയാണ്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടാൻ നിൽക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ പറയാണ്, ചേട്ടൻ ചാടല്ലേ, ചേട്ടൻ്റെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടൻ ചത്തുപോകും. അഥവാ ചേട്ടൻ മരിച്ചു പോയില്ലേ പോലും ചേട്ടൻ്റെ മുഴുവൻ എല്ലുകൾ ഒടിഞ്ഞു പോകും കേട്ടോ. നമ്മളിത് ഇയാളോട് പറയുകയാണ്. പക്ഷെ ഇയാൾ ഇത് അനുസരിക്കാതെ എടുത്ത് ചാടുകയാണ്. ഇയാൾ മരിച്ചില്ല, ഇയാളുടെ കൈയും കാലും മുഴുവനും ഒടിഞ്ഞു. ഉടനെ ആൾക്കാർ പറയാന്ന് വിചാരിക്കുക, ദാ അവൻ ചാടുന്നതിന് മുമ്പേ അവൻ പറഞ്ഞില്ലായിരുന്നോ കൈയും കാലും ഒടിയുമെന്ന്, അതുകൊണ്ടാണ് ഇവൻ്റെ കൈയും കാലും ഒടിഞ്ഞത് എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞതുകൊണ്ടാണോ കൈയും കാലും ഒടിഞ്ഞത്? അല്ല, ചാടിയത് കൊണ്ടാണ് കൈയും കാലും ഒടിഞ്ഞത്. കൈയും കാലും ഒടിയുമെന്നുള്ള മുന്നറിയിപ്പ് നീ 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയതിനാൽ നിന്റെ കൈയും കാലും ഒടിഞ്ഞു എന്നുള്ള ഒരു അറിയിപ്പാണ് ദൈവം തരുന്നത്. ആദമേ, ഹൗവയെ, നിങ്ങൾ 10 നില കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി, നിങ്ങളുടെ കൈയും കാലും ഒടിഞ്ഞു പോയല്ലോ. ഇതാണ് ദൈവം മനുഷ്യനോട് പറയുന്നത്, അല്ലാതെ ശപിക്കുകയല്ല. എന്നാൽ സാത്താനെ നോക്കി ദൈവം പറയുകയാണ്,
നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ഇന്നാരെങ്കിലുമൊക്കെ ശാപത്തിൻ്റെ കീഴിൽ വരുന്നുണ്ടെങ്കിൽ അത് സാത്താനുമായിട്ട് കൂട്ടുകൂടുന്നവരാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, പുകവലിക്കുന്ന ഒരു മുറിയിൽ, ആളുകൾ പുകവലിക്കുന്ന ഒരു മുറിയിൽ പോയി നമ്മൾ ഇരിക്കാമെങ്കിൽ നമ്മുടെ നാസാരന്ധ്രങ്ങളിലൂടെയും അകത്തേക്ക് ആ പുകയിലുള്ള കാർബൺ ഡയോക്സൈഡും കാർബൺ മോണോക്സൈഡും വിഷാംശങ്ങളും നമ്മുടെ അകത്ത് പോകും. ചില ആൾക്കാർ ചുമയ്ക്കാനും തുടങ്ങും. അപ്പോൾ പുകവലിക്കാനായിട്ട് മാത്രം മാറ്റി വെച്ചിരിക്കുന്ന മുറികൾ എയർപോർട്ടുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ പോയി പുക വലിക്കാത്തവർ ഇരിക്കാമെങ്കിൽ നമുക്ക് ശ്വാസം മുട്ടുന്ന അനുഭവം ഉണ്ടാകും. അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ പുറത്തിറങ്ങണം. അപ്പോൾ ഇന്ന് ആരെങ്കിലും ശാപത്തിൻ്റെ കീഴിൽ വരുന്നുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം ശപിക്കപ്പെട്ടവനായ സാത്താൻ്റെ കൈക്ക് പിടിക്കുന്നതാണ്. ശപിക്കപ്പെട്ടവനായ സാത്താൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുന്നത് കൊണ്ടാണ്. ശപിക്കപ്പെട്ടവനായ സാത്താൻ്റെ കൂടെ നമ്മൾ പങ്കാളികളാകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ജ്ഞാനസ്നാന നവീകരണ വാഗ്ദാനങ്ങൾ നമ്മൾ ഈ ധ്യാനാവസരങ്ങളിലൊക്കെ പറയാറില്ലേ, സാത്താനെയും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു, പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു, യേശു ക്രിസ്തു കർത്താവാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. കാണുക, നമ്മൾ പറയുന്നത് സാത്താനുമായിട്ടുള്ള കൂട്ടുകെട്ട് വിടുന്നതിനെ പറ്റിയാണ്. അപ്പം സാത്താൻ ശപിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് അവൻ്റെ കൂടെ പോയാൽ സാത്താന് കിട്ടിയത് നമുക്ക് കിട്ടും. ഇതാണ് ദൈവം പറയുന്നതിൻ്റെ അർത്ഥം. മൂന്നാമതായി സാത്താനോട് ദൈവം പറയുന്നത്, നീ പൊടി തിന്നും, നീ പൊടി തിന്ന് ജീവിക്കും എന്ന് പറഞ്ഞാൽ നിനക്ക് നല്ലതായിട്ടുള്ളതൊന്നും ഇനി എൻജോയ് ചെയ്യാൻ പറ്റുകയില്ല. നീ എന്നും വിലയില്ലാത്ത കാര്യങ്ങളെ ആയിരിക്കും അനുഭവിക്കുന്നത്, ആസ്വദിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭാഗം ഞാൻ അല്പം ഒന്ന് വ്യാഖ്യാനിക്കുകയാണ്. മനുഷ്യൻ്റെ മുൻപിൽ രണ്ട് സാധ്യതകൾ ദൈവം തുറന്നു തരികയാണ്. ഒന്ന്, സാത്താനെ പോലെ പൊടി തിന്ന് ജീവിക്കാം, അല്ലെങ്കിൽ യേശുവിനെ പോലെ വചനം തിന്ന് ജീവിക്കാം. മരുഭൂമിയിൽ യേശുവിനുണ്ടായ ഒരു പരീക്ഷ ഇതാണ്, നീ പൊടി തിന്ന് ജീവിക്കുക, നീ കല്ലുകളെ അപ്പമാക്കുക എന്ന് പറഞ്ഞാൽ പൊടി തിന്ന് ജീവിക്കുക. വിലയില്ലാത്തതിനെ നീ അനുഭവിക്കുക, മൂല്യമില്ലാത്തതിൽ ആനന്ദം കണ്ടെത്തുക, മ്ലേച്ഛമായ കാര്യങ്ങളിൽ സന്തോഷിക്കുക, പൊടി തിന്ന് ജീവിക്കുക. കർത്താവിന് കൊടുത്ത മറുപടി മനോഹരമാണ്. മത്തായി 4:4 നമുക്കത് കാണാം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാകുന്നു ജീവിക്കുന്നത്. അപ്പം യേശു സാത്താനോട് പറയാണ്, നീ പൊടി തിന്നുന്നത് പോലെ പൊടി തിന്നുന്ന ആളല്ല ഞാൻ കർത്താവിൻ്റെ വായിൽ നിന്ന്, ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ടാണ് ജീവിക്കുന്നത്. യെസക്കേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് യെസക്കേലിനോട് പറയുന്നുണ്ട്, യെസക്കേലെ, നീ പൊടി തിന്ന് ജീവിക്കാനുള്ളവനല്ല, മ്ലേച്ഛതയിൽ ആനന്ദം കൊള്ളാനുള്ളവനല്ല. നീ അധരം തുറക്കുക, എൻ്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി ഭക്ഷിക്കുക. യെസക്കേലിൻ്റെ മുൻപിലേക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. യെസക്കേല്, നീ പൊടി തിന്നാനുള്ളവനല്ല, നീ വചനം തിന്നാനുള്ളവനാണ് എന്ന് ദൈവമായ കർത്താവ് പഴയ നിയമത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് ചുരുൾ നീട്ടിക്കൊടുക്കുകയാണ്. ആ ചുരുൾ വാങ്ങി യെസക്കേൽ ഭക്ഷിക്കുന്നു. എന്നിട്ട് യെസക്കേൽ പറയുന്നുണ്ട്, എൻ്റെ വായിലത് തേൻ പോലെ മധുരിച്ചു. പൊടി തിന്ന് ജീവിക്കുവാൻ പിശാച് എന്നും നമുക്ക് പ്രലോഭനം തരും. ചോയ്സ് നമ്മുടേതാണ്, തീരുമാനം നമ്മുടേതാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നു, അഗ്നിയും ജലവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു, ജീവനും മരണവും നിന്റെ മുൻപിലുണ്ട്, ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. മനുഷ്യ, നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഗ്നി വേണമോ, ജലം വേണമോ, ജീവൻ വേണമോ, മരണം വേണമോ, പൊടി തിന്നണോ, വചനം തിന്നണോ, പിശാചിനെ വേണോ, ദൈവത്തെ വേണോ, വിശുദ്ധി വേണോ, പാപം വേണോ, നമുക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം തരികയാണ്. സാത്താനെ നോക്കി കർത്താവ് പറയുന്നു, നീ പൊടി തിന്നാനുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിൽ കോടിക്കണക്കിന് മനുഷ്യർ പൊടി തിന്ന് ജീവിക്കുന്നവരാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവർ, സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടവർ, എല്ലാം കൊണ്ടും ഭൂമിയിലെ അനുഗ്രഹങ്ങൾ കിട്ടിയവർ. പക്ഷെ അവരിൽ പലരും പൊടി തിന്നുന്നവരാണ്, പൊടിയിൽ ആനന്ദം കൊള്ളുന്നവരാണ്. കർത്താവ് പറയാണ്, വചനം ഭക്ഷിച്ചു വളരുക. നാലാമതായി കർത്താവ് സാത്താനോട് പറഞ്ഞ കാര്യം ഇതാണ്, സ്ത്രീയും നീയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും. പരിശുദ്ധ കന്യക മറിയവും സാത്താനും തമ്മിലുള്ള ശത്രുതയെപ്പറ്റി ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വ്യക്തമാക്കുന്നു. വളരെയധികം അഭിഷേകമുള്ള ഒരു ധ്യാനത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ പരിശുദ്ധാത്മാഭിഷേകം. മാതാവിനോട് ഒരുപാട് ഭക്തിയുള്ള ടീം അംഗങ്ങളാണ്. ഒരുപാട് ജപമാല ചൊല്ലുകയും വിശുദ്ധിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ടീം അംഗങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നപ്പോൾ നേരത്തെ മന്ത്രവാദമൊക്കെ ഒരുപാട് ചെയ്തിരുന്ന
കൊടിയ പാപത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ചേച്ചി ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വന്നപ്പോൾ ചേച്ചിയുടെ അകത്തുണ്ടായിരുന്ന സാത്താൻ പുറത്തു ചാടി ഭയങ്കരമായ ഗോഷ്ഠികൾ കാണിക്കുകയാണ്. സാത്താൻ ആ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. ധ്യാനഗുരു ടീമങ്ങളോട് പറഞ്ഞു, ഈ ചേച്ചിയെ അടുത്ത മുറിയിലേക്ക് കൊണ്ടുചെന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ ഭക്തിയോടുകൂടി ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സാത്താൻ അലറുകയാണ്. സാത്താൻ ബാധിച്ച് ഈ ചേച്ചി പറയുകയാണ്, അയ്യോ അയ്യോ, സ്ത്രീ കടന്നു വരുന്നു, എന്നെ ചങ്ങല കൊണ്ട് അടിക്കുന്നു, ഒരു വലിയ ചങ്ങല കൊണ്ട് അടിക്കുന്നു. ഇത് പറയുന്ന സമയത്ത് മുറി മുഴുവൻ സുഗന്ധം കൊണ്ട് നിറയുകയാണ്. സ്വർഗത്തിൻ്റെ സുഗന്ധം കൊണ്ട് നിറയുകയാണ്. സ്വർഗത്തിൻ്റെ സൗരഭ്യം കൊണ്ട് നിറയുകയാണ്. ഏതാണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ആ ചേച്ചി സ്വതന്ത്രയായി. ആരാണ് ഈ ചേച്ചി വിളിച്ചു പറഞ്ഞ സ്ത്രീ? അത് വെളിപാട് 12 കാണുന്ന സൂര്യനെ ഉടയാടയാക്കിയവൾ, ചന്ദ്രനെ പാദപീഠമാക്കിയവൾ, 12 നക്ഷത്രങ്ങൾ ശിരസിൽ അണിഞ്ഞവൾ തന്നെ. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം ഉൽപ്പത്തിയിലേ പറഞ്ഞു, നീയും സ്ത്രീയും തമ്മിൽ എന്നും ശത്രുതയായിരിക്കും. 5-ാമതായിട്ട് കർത്താവ് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. കാൽവരി കുരിശിൽ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി പിടയുമ്പോൾ ദൈവം സ്നേഹമാണ് എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ മനോഹരമായ ഒരു പോർട്രേറ്റ്, മനോഹരമായ ഒരു ക്യാൻവാസിൽ ദൈവം വരച്ചു കാണിച്ച ചിത്രമാണ് യേശുവിൻ്റെ കുരിശുമരണം. ദൈവം സ്നേഹമാകുന്നുവെന്ന് ഇനി ലോകത്തോട് ദൈവത്തിന് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു. സകല തലമുറകൾക്കും വേണ്ടി ഒരു വലിയ സാക്ഷ്യമായി അത് നിൽക്കുന്നു. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. സാത്താൻ്റെ തലയെ തകർത്തുകൊണ്ട് ദൈവസ്നേഹം വെളിപ്പെടുത്തിയ സംഭവമാണ് യേശുവിൻ്റെ കുരിശിലെ മരണം. 6-ാമതായിട്ട് കർത്താവ് പിശാചിനോട് പറഞ്ഞു, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശരീരത്തിലുണ്ടായ മുറിവുകളും യേശു അനുഭവിച്ച വേദനകളുമാണ് ഇതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. 7-ാമതായിട്ട് നമ്മോടാണ് പറയുന്നത്. അത് മനോഹരമാണ്. ലൂക്കാ സുവിശേഷം 10:19 പാമ്പിൻ്റെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു കാൽവരിയിൽ സാത്താൻ്റെ തലയെ തകർത്തെങ്കിൽ, പഴയ സർപ്പത്തിൻ്റെ തലയെ ക്രഷ് ചെയ്ത് കളഞ്ഞെങ്കിൽ, വാലാട്ടമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പാമ്പിൻ്റെ തലയ്ക്ക് അടിച്ചാലും കുറച്ചു നേരം ശരീരം അനങ്ങിക്കൊണ്ടിരിക്കും, വാല് കിടന്ന് അനങ്ങും. തല വെട്ടിമാറ്റിയാലും അങ്ങനെ തന്നെ ഈ പാമ്പിൻ്റെ കാര്യം. ദൈവം പറയാണ്, എൻ്റെ മക്കൾ യേശുവിൻ്റെ നാമത്തിൽ സാത്താനെ ചവിട്ടി നടക്കും. പാമ്പുകളുടെ മേൽ ചവിട്ടി നടക്കാനുള്ള അധികാരവും അഭിഷേകവും ഞാൻ നിങ്ങൾക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ദൈവമക്കൾ, യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർ, യേശുവിൻ്റെ വചനത്താൽ നിറയപ്പെട്ടവർ, യേശുവിൻ്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവർ, അവർ നടന്നു വരുന്നത് കാണുമ്പോൾ നരകം വിറകൊള്ളുന്നു. സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു. നമ്മൾ സാത്താനെ പേടിച്ച് കഴിയുകയല്ല വേണ്ടത്. സാത്താൻ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവ പൈതലിനെ കാണുമ്പോൾ ഭയന്ന് വിറയ്ക്കും. കാരണം സാത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും സാത്താന്മാർ തമ്മിൽ പറയും, അയ്യോ, നമ്മളെ ചവിട്ടി നടക്കാൻ അധികാരം കിട്ടിയ ഒരു മകൻ വരുന്നു, നമ്മളെ ചവിട്ടി ഞെരിച്ചു കളയാൻ അഭിഷേകം കിട്ടിയ ഒരു മകൾ കടന്നു വരുന്നു, പാമ്പിൻ്റെ മേൽ ചവിട്ടി നടക്കാൻ സ്വർഗത്തിൻ്റെ അഭിഷേകം കിട്ടിയ ഒരു ദൈവ പൈതൽ നടന്നു വരുന്നു. അനോയിന്റഡ് പേഴ്സൺ ഈസ് കമ്മിങ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തി പറയാം. അപ്പൊ ആദ്യം ദൈവം സാത്താനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മോട് പറയാണ്, മക്കളെ, ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങളുടെ വല്യപ്പച്ചനെയും വല്യമ്മച്ചയെയും സാത്താൻ ചവിട്ടി അരച്ചെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ, ഉത്ഥാനത്തിലൂടെ, പരിശുദ്ധാത്മ അഭിഷേകം വരുന്ന പെന്തക്കോസ്ത് തിരുനാളിലൂടെ ലോകത്തിലേക്ക് ഞാൻ അയക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിങ്ങൾക്ക് തിരിച്ച് പ്രതികാരം സാത്താനോട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിനി അവനെ ചവിട്ടി നടക്കാൻ പറ്റും, അവൻ്റെ മുകളിലൂടെ നടക്കാൻ പറ്റും. 2000 വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ ഒരുപാട് വ്യക്തികൾ കർത്താവിൻ്റെ ആത്മാവ് കൊണ്ട് നിറഞ്ഞ് സാത്താനെ ചവിട്ടി അരച്ചവരുണ്ട്. ഇന്നും അത് സംഭവിക്കുന്നു. ഇന്ന് നമ്മുടെ കാലഘട്ടമാണ്. ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നു സാത്താനെ ചവിട്ടി നടക്കുവാൻ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ, ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ, അഭിഷേകം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സാത്താനെ ചവിട്ടി നടക്കാനുള്ള വലിയ അഭിഷേകം ഓരോ ദിവസവും ഞങ്ങൾക്ക് തരണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.